അപ്പം മറ്റൊരു വാർത്തയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത കൂടിയുണ്ട്. മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ട് പാലക്കാട്ടുകാരി ഞാൻ ഒരു തവണ പോയിട്ടുണ്ട്. നമുക്കറിയാം വലിയ രീതിയിലുള്ള ഒരു സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് മെഡിക്കൽ കോളേജ് നിർമ്മിച്ചത്. കുറേ പരാതികൾ പലയിടത്തുനിന്ന് വരും, ആശുപത്രികൾക്കെതിരെയുള്ള പരാതികൾ വരും. എങ്ങനെയാണ് പാലക്കാട് പൊതുവെ? പാലക്കാട് ഈ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം, അതായത് ഇതിന്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ 10 വർഷമായി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇപ്പോഴും നിർമ്മാണ പ്രവർത്തികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെയാണ് ഈ അതിനുള്ള സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ അവരിപ്പോഴും പൂർണ്ണ സജ്ജമാക്കിയോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചെറിയൊരു സംശയം തന്നെയുണ്ട്. പാലക്കാട്ടുകാർ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് തൃശ്ശൂർ. അതെ, നമ്മൾ ആദ്യം ചെല്ലുക തൃശ്ശൂരിലേക്കാണ്, പ്രത്യേകിച്ച് ജൂബിലി, അതുപോലെ തന്നെ ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ. അതും ഈ വലിയ രീതിയിലൊരു തടസ്സം തന്നെ, നമുക്ക് ആ കാര്യത്തിൽ പ്രതിസന്ധി തന്നെയാണ് പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ഇക്ബാൽ അക്കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടൊരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞ് 1 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും നോക്കുകുത്തി മാത്രമായി പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രി. കിടത്തി ചികിത്സയും മറ്റ് വിദഗ്ധ സൗകര്യങ്ങളും ഇല്ലാത്തതിനാൽ ഇന്നും പാലക്കാട്ടുകാർ ആശ്രയിക്കുന്നത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി ഉൾപ്പെടെയുള്ള മറ്റ് ആശുപത്രികളെയാണ്. സൗകര്യങ്ങൾ ഒരുക്കാത്തതിനാൽ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ നേരിടുന്നതും വലിയ പ്രതിസന്ധികളാണ്. ഡോക്ടർമാരുടെ കുറവാണ് സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള വെല്ലുവിളിയായി അധികൃതർ ഉന്നയിക്കുന്ന വാദം. രാജ്യത്ത് തന്നെ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആരംഭിച്ച ആദ്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് പാലക്കാട്ടേത്. ഉദ്ഘാടനം കഴിഞ്ഞ ഇന്നേക്ക് 10 വർഷം പൂർത്തിയാകുന്നു. നിർമ്മാണത്തിനും മറ്റ് സൗകര്യങ്ങൾക്കുമായി ഇതുവരെ ചെലവിട്ടത് 745 കോടി രൂപ. പക്ഷേ പേരിനൊപ്പമുള്ള ആശുപത്രി എന്ന് യാഥാർത്ഥ്യമാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഈ ബഹുനില കെട്ടിടം കൊണ്ട് ഇന്നും പാലക്കാട്ടുകാർക്ക് യാതൊരു ഗുണവും ഉണ്ടാവുന്നില്ല. ഒരു അത്യാഹിതം ഉണ്ടായാൽ ചികിത്സ തേടി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കോ കോയമ്പത്തൂരുള്ള സ്വകാര്യ ആശുപത്രികളിലേക്കോ തന്നെ പാലക്കാട്ടുകാർക്ക് സഞ്ചരിക്കണം. മാസങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിലെ കിടത്തി ചികിത്സയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നേരിട്ടെത്തി ആരംഭിച്ചതാണ്. 100 കിടക്കകൾ ഉള്ളതായിരുന്നു ആദ്യഘട്ട കിടത്തി ചികിത്സാ സൗകര്യം. പക്ഷേ അത്യാഹിത വിഭാഗവും സ്കാനിങ്ങും തുടങ്ങിയ സേവനവും പരിപൂർണമാവാത്തതിനാൽ കിടത്തി ചികിത്സ മിക്കപ്പോഴും മുടങ്ങുന്നു. ചില വിഭാഗങ്ങളിലെ OP പ്രവർത്തനം മാത്രമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുന്നത്. സൗകര്യങ്ങളില്ലാത്തതിനാൽ ചികിത്സയ്ക്ക് എത്തുന്നതാകട്ടെ ചുരുക്കം ആളുകളും. പാലക്കാട്ടുകാർക്ക് ഇന്നും ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് ഉണ്ട് എന്ന് അവകാശപ്പെടാമെങ്കിലും ഒരു വിദഗ്ധ ചികിത്സയ്ക്ക് തൃശ്ശൂരിനെയോ കോയമ്പത്തൂരിനെയോ ആശ്രയിക്കേണ്ട ഗതികേട് തുടരുകയാണ്. പാലക്കാടിനെ സംബന്ധിച്ചൊരു സർക്കാർ മെഡിക്കൽ കോളേജ് ഉണ്ട്. ആ സർക്കാർ മെഡിക്കൽ കോളേജ് പാലക്കാട്ടുകാർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കോയമ്പത്തൂരിലെയും തൃശ്ശൂരിലെയും സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഈ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം ഇത്തരത്തിൽ ലക്ഷ്യബോധമില്ലാതെ കൈകാര്യം ചെയ്യുന്ന ഒരു ആരോപണം ശക്തമാണ്. ഈ പാലക്കാട് ജില്ലയിൽ നിന്ന് 2 മന്ത്രിമാരുണ്ടായിട്ടും ഈ പാലക്കാട് ജില്ലയുടെ ആരോഗ്യരംഗത്ത് കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് പാലക്കാട്ടുകാരോട് ആ മന്ത്രിമാർ ചെയ്യുന്ന ഒരു വലിയ വിവേചനമാണ്. ആശുപത്രി യാഥാർത്ഥ്യമാകാത്തതിനാൽ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നേരിടുന്നതും വലിയ പ്രതിസന്ധികൾ. പഠനത്തിന് ജില്ലാ ആശുപത്രിയെ ആശ്രയിക്കണം. അധ്യാപകരുടെ കുറവ് ഇപ്പോഴുമുണ്ട്. ദേശീയപാതയിൽ നിന്ന് നോക്കുമ്പോൾ അന്യദേശക്കാരുടെ കണ്ണഞ്ചിപ്പിക്കും ഈ 5 സ്റ്റാർ കെട്ടിടങ്ങൾ. പക്ഷേ ഈ കാഴ്ച പാലക്കാട്ടുകാരുടെ ഉള്ളിൽ ഉയർത്തുന്നത് ഒരൊറ്റ ചോദ്യമാണ്: എന്ന് യാഥാർത്ഥ്യമാവും സർവ്വസന്നാഹവുമുള്ള പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രി? വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്. ഇക്ബാൽ അറക്കലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഇക്ബാൽ, ഗുഡ് മോർണിംഗ്. ആദ്യം എന്തായാലും 2 റിപ്പോർട്ടുകളാണ് ഇക്ബാൽ ഇന്ന് പങ്കുവച്ചിരിക്കുന്നത്. 10 വർഷം തികയുകയാണെന്ന് ഇപ്പോൾ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായിട്ട്. പക്ഷേ അപ്പോഴും സർവ്വസന്നാഹങ്ങൾ ഈ ഉള്ള ഒരു ആശുപത്രി എന്ന് യാഥാർത്ഥ്യമാകുമെന്ന് ഇക്ബാൽ ഈ ഒരു റിപ്പോർട്ടിന്റെ അവസാനം ചോദിക്കുന്നത് പോലെ തന്നെ ആ ചോദ്യം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഈ പാലക്കാട്ടുകാർ ഇപ്പോഴും തൃശ്ശൂരോ അല്ലെങ്കിൽ കോയമ്പത്തൂരോ ആശ്രയിക്കുന്ന ഒരവസ്ഥ, അത് എന്ന് അവസാനിക്കും? ആ കാര്യത്തിൽ എന്തൊക്കെ നടപടികൾ അല്ലെങ്കിൽ നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ? ശ്രുതി, 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി യാത്രയിൽ തുടങ്ങുമ്പോൾ പാലക്കാട്ടുകാർക്ക് വലിയ പ്രതീക്ഷകളാണ് ഉണ്ടായിരുന്നത്. കാരണം ആരോഗ്യ മേഖലയിൽ പാലക്കാട് വലിയ രീതിയിൽ പ്രതിസന്ധികൾ നേരിടുന്ന കാലത്താണ് ഇത്തരത്തിലൊരു മെഡിക്കൽ കോളേജ് പാലക്കാട് ആരംഭിക്കുന്നത്. പക്ഷേ 10 വർഷം പൂർത്തിയാവുന്നു മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്നും പാലക്കാട്ടുകാർക്ക് ഈ മെഡിക്കൽ കോളേജിന്റെ സേവനങ്ങൾ പരിപൂർണമായും ലഭിക്കുന്ന
സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരു അത്യാഹിതം ഉണ്ടായാൽ, ഒരു അപകടം നടന്ന ഒരു വിദഗ്ധ ചികിത്സ ആവശ്യം വന്നാൽ ഇപ്പോഴും പാലക്കാട്ടുകാർക്ക് തൃശ്ശൂരിലേക്കോ അല്ലെങ്കിൽ കോയമ്പത്തൂരിലേക്കോ തന്നെ ആംബുലൻസ് എടുത്ത് പോവേണ്ട സാഹചര്യമാണ് ഉള്ളത്. മെഡിക്കൽ കോളേജിൽ ഇനിയും നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയായിട്ടില്ല. മാത്രമല്ല ഡോക്ടർമാരുടെ വലിയൊരു കുറവുമുണ്ട്. ഇതാണ് കൃത്യമായുള്ള സേവനങ്ങൾ നൽകുന്നതിനുള്ള തടസ്സമായി അധികൃതർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിസന്ധിയാണ് ഈ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാവാത്തത് കൊണ്ട് ഇപ്പോഴും അനുഭവിക്കുന്നത്. അവരുടെ ക്ലിനിക്കൽ പഠനങ്ങൾക്ക് ഉൾപ്പെടെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. OT സേവനങ്ങൾ അല്ലെങ്കിൽ OT കാര്യങ്ങൾ പഠിക്കാനും അല്ലെങ്കിൽ മറ്റ് രോഗികളെ പരിചരിക്കണമെങ്കിലും ഈ വിദ്യാർത്ഥികൾക്ക് പാലക്കാട് ജില്ലാ ആശുപത്രിയെ തന്നെ ആശ്രയിക്കണം. ഇത്രയും വലിയ 5 സ്റ്റാർ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടും അവിടേക്ക് കാര്യമായി രോഗികൾ എത്തുന്നില്ല. എത്താത്തതിന് കാരണമായി രോഗികൾ തന്നെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് കൃത്യമായുള്ള സേവനങ്ങളില്ല. സ്കാനിങ്, എക്സ്റേ തുടങ്ങിയുള്ള സേവനങ്ങളില്ല. അത്യാഹിത വിഭാഗങ്ങളിൽ ഡോക്ടർമാരില്ല. വിവിധ വിഭാഗങ്ങളിലെ OP ഡോക്ടർമാരുടെ കുറവും ഈ ആശുപത്രിയിൽ ഉണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ എത്തിയാൽ തന്നെ ചികിത്സ ലഭിക്കുന്നതിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. കൃത്യമായി ഡോക്ടർമാരുടെ കുറവാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് ആശുപത്രി അധികൃതരും പറയുന്നുണ്ട്. പക്ഷേ ഈ ഡോക്ടർമാരുടെ കുറവ് നികത്തണമെങ്കിൽ ആശുപത്രിയിലെ നിയമനങ്ങൾ PSCക്ക് നൽകിയേ സാധിക്കൂ. ഈ 10 വർഷമായിട്ടും മെഡിക്കൽ കോളേജിലെ ഒരു നിയമനം പോലും PSCക്ക് വിട്ടു നൽകിയിട്ടില്ല, അല്ലെങ്കിൽ PSCക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന രേഖകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. 458 ജീവനക്കാരാണ് നിലവിൽ പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സേവനം അനുഷ്ഠിക്കുന്നത്. ഇവരെ മുഴുവനും നേരിട്ട് അഭിമുഖത്തിലൂടെയും അതല്ലാതെ പരീക്ഷയിലൂടെയും തെരഞ്ഞെടുത്തത് ആശുപത്രി അധികൃതർ തന്നെയാണ്. ഒരു നിയമനം പോലും PSC വഴി നടത്തിയിട്ടില്ല എന്നാണ് രേഖകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. 2016 ഇടത് സർക്കാർ അധികാരത്തിലേറുമ്പോൾ പ്രധാനമായും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം എന്ന് പറയുന്നത് UDFന്റെ ഭരണകാലത്ത് നടത്തിയിട്ടുള്ള നിയമനങ്ങളെല്ലാം റദ്ദാക്കും, എല്ലാ നിയമനങ്ങളും PSC വഴിയാക്കും എന്നൊരു വാഗ്ദാനമായിരുന്നു. പക്ഷേ അത് നടപ്പായില്ല എന്ന് മാത്രമല്ല, നേരത്തെ UDF ഭരണകാലത്ത് നടത്തിയ നിയമനങ്ങളിൽ 121 ഡോക്ടർമാരെ സ്ഥിരപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഇടത് സർക്കാർ വന്നപ്പോഴും ഉണ്ടായത്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പരിപൂർണമായും ലംഘിക്കപ്പെടുകയാണ് ഈ പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ ഉണ്ടായത്. പ്രധാനമായും എടുത്തു പറയേണ്ടത് 10 കൊല്ലം തികയുന്നു. 2014 സെപ്റ്റംബറിലാണ് ഈ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ 2024 സെപ്റ്റംബർ ആയിട്ടും ഈ മെഡിക്കൽ കോളേജ് പാലക്കാട്ടുകാർക്കോ അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്കോ പരിപൂർണമായും അതിന്റെ സേവനം കിട്ടാത്ത അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ജനങ്ങൾ വലിയ രീതിയിൽ ആശങ്കയിലാണ്. എന്ന് ഈ മെഡിക്കൽ കോളേജിന്റെ പേരിനൊപ്പമുള്ള ആശുപത്രി എന്ന് യാഥാർത്ഥ്യമാകുമെന്ന വലിയൊരു ചോദ്യം ജനങ്ങൾ ചോദിക്കുന്നു. വലിയ രീതിയിലുള്ള കെട്ടിടങ്ങളുണ്ട്, പക്ഷേ അതിന്റെ നിർമ്മാണ പ്രവർത്തികൾ അനന്തമായി നീണ്ടുപോകുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഈ ഡോക്ടർമാരുടെ കുറവും വലിയ രീതിയിൽ ഈ ചികിത്സ നൽകുന്നതിന് തടസ്സമാവുന്നത്. ആശുപത്രി അധികൃതരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ 3 മാസത്തിനകം PSC വഴിയുള്ള നിയമനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് അവർ നൽകുന്നത്. ഈ വർഷം ഡിസംബറിന് മുന്നായി ആശുപത്രിയിലെ കിടത്തി ചികിത്സാ സൗകര്യം പരിപൂർണമായി ആരംഭിക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടത്താൻ കഴിയുമെന്നും ആശുപത്രി അധികൃതർ പറയുന്നു. ഈ വർഷം മാർച്ച് മാസത്തിലാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പാലക്കാട്ടേക്ക് എത്തി ആശുപത്രിയിലെ ആദ്യഘട്ട കിടത്തി ചികിത്സ ആരംഭിച്ചത്. 100 കിടക്കകളുള്ള ആദ്യഘട്ട കിടത്തി ചികിത്സ ആരംഭിച്ചെങ്കിലും പിന്നീട് അനുബന്ധ സേവനങ്ങളും സൗകര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ കിടത്തി ചികിത്സ ഉൾപ്പെടെ മുടങ്ങുന്ന സാഹചര്യമാണ് പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും നാട്ടുകാരും പൊതുപ്രവർത്തകരും ഒരുപോലെ ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് പാലക്കാട്ടുകാർക്ക് ഈ പട്ടികജാതി വികസന ഇക്ബാൽ അർക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.